ഇന്ന് കേട്ട വാർത്ത ശരിയാവുകയാണെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾക്ക് മൊത്തത്തിൽ സന്തോഷിക്കാൻ വക നൽകുന്നൊരു കാര്യം സൗദി അറേബ്യ പുറത്തുവിട്ടിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിൽക്കുമ്പോൾ അരാംകോ അടക്കമുള്ള സൗദി അറേബ്യയുടെ പ്രസ്ഥാനങ്ങൾ ഒരു ബാരലിന് $11 വരെ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങൾക്കെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 28 മുതൽ ആരംഭിച്ച യുദ്ധം ഉയർത്തിവിട്ടിരിക്കുന്ന ഈ സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥ, എണ്ണയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഏഷ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ, ഇതൊക്കെ മാറിക്കൊണ്ട് ഓഗസ്റ്റോടു കൂടി തന്നെ പഴയ രൂപത്തിലേക്ക് പോകാനുള്ള വലിയൊരു സാധ്യത കാണുന്നു എന്നാണ് നിരീക്ഷകർ പറയുന്നത്. അത് സത്യമായി ഭവിക്കട്ടെ, ആശംസകൾ. ട്രംപ് ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനം എല്ലാവരും അറിയണം. ഇറാൻ്റെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനോ മാറ്റിമറിക്കാനോ തൽക്കാലം അമേരിക്ക ഉദ്ദേശിക്കുന്നില്ല എന്ന് ട്രംപ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആദ്യത്തെ ഭരണാധികാരികൾ മാറിയല്ലോ, രണ്ടാമത്തെ ഭരണാധികാരികളും മാറിയല്ലോ, ഇപ്പം മൂന്നാമത്തതാണല്ലോ ഇരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അത് സ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു, അതിനെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നയമെന്നും ട്രംപ് പറയുന്നു. അപ്പോൾ എന്തിനാണ് യുദ്ധം നടത്തിയത്? ആദ്യം പറഞ്ഞത് മറ്റു പല കാര്യങ്ങളുമായിരുന്നല്ലോ എന്ന് കൂടെയുള്ളവർ ചോദിച്ചപ്പോൾ, യുദ്ധം നടത്തിയ കാര്യം ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഉൽപ്പാദിപ്പിക്കരുത് എന്ന ലക്ഷ്യത്തിൽ മാത്രമായിരുന്നെന്നും ട്രംപ് വിശദീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. പ്രമുഖ ബാങ്കായ ADCBയുടെ ഇടപാടുകാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവിക്കുന്ന സാങ്കേതിക തടസ്സം, പ്രത്യേകിച്ച് മൊബൈൽ ആപ്പുകൾ പ്രവർത്തിക്കാത്തൊരവസ്ഥ, അതിനൊക്കെ ഏകദേശം പരിഹാരമായി, ഏതാണ്ടെല്ലാം പൂർവ്വസ്ഥിതിയിലായി എന്ന അറിയിപ്പ് ADCBയുടെ ഭാഗത്തുനിന്ന് വന്നെങ്കിലും ഇന്ന് വൈകുന്നേരത്ത് പോലും പല ആളുകൾക്കും ആപ്പുകൾ പഴയ സ്ഥിതിയിലേക്ക് ആയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ബാങ്കും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുറച്ച് പേർക്ക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇന്നും നാളെയും കൊണ്ടൊക്കെ തീരുന്ന മട്ടിൽ കാര്യങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ് എന്നും അറിയിപ്പിൽ സൂചനയുണ്ട്. UAEയിലെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം അതിൻ്റെ അനുമതി നിഷേധിച്ച വാർത്ത എല്ലാ മാധ്യമങ്ങളും ഇപ്പോൾ നൽകുകയാണ്. ഹൊറൈസൺ യൂണിവേഴ്സിറ്റി കോളേജ് അജ്മാൻ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. പുതിയ അഡ്മിഷൻ എടുക്കാനുള്ള സാഹചര്യം തൽക്കാലം വേണ്ടാന്ന് വച്ചിരിക്കുന്നു. അക്രഡിറ്റേഷൻ മാറ്റിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുലർത്തേണ്ടുന്ന ക്വാളിറ്റിയെക്കുറിച്ച്, അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാധൂകരിക്കാത്ത വിധം മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ ലൈസൻസ് റദ്ദാക്കുന്ന ഘട്ടത്തിൽ എത്തിയതെന്നും മിനിസ്ട്രിയുടെ അറിയിപ്പിൽ പറയുകയാണ്. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.